സഹനം ചെയ്തിടാ സ്നേഹം പങ്കിടാ സഹനം ചെയ്തിടാ സമാനാളിൽ കർത്താവേകിയ ദിവ്യവിരുന്നിൻ സ്മരണയിക സമാനാളിൽ കർത്താവേകിയ ദിവ്യവിരുന്നിൻ സ്മരണയിക ഒരുമയർപ്പിച്ചിടാ ഈയൾക്കാരയിൽ നയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം അണയാം അനുദപിക്കാം അനുരഞ്ജിതരായി ബലിയേകാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടുകൂടെ. സ്നേഹവാത്സല്യമുള്ളവരെ, തിരുസഭ ഇന്ന് നമ്മളെ വീണ്ടും ഈ ദൈവാലയത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. നമുക്ക് അവിടത്തേക്ക് നന്ദി അർപ്പിക്കാം, ആരാധന അർപ്പിക്കാം, നമ്മളെ തന്നെ സമർപ്പിക്കാം, ലോകം മുഴുവനെയും സമർപ്പിക്കാം. പൗലോസ് അപ്പോസ്തലൻ ഇന്ന് തൻ്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ നമ്മളെല്ലാവരും പ്രത്യാശയുള്ളവരാണ്. പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ വിലപിക്കരുതെന്നാണ് മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പൗലോസ് നമ്മളെപ്പോഴും ഉദ്ബോധിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നിനെക്കുറിച്ചും വിലപിക്കേണ്ട ആവശ്യമില്ല. ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ, ആയിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പിന്നെ എന്തിനെക്കുറിച്ചാണ് ആകുലപ്പെടേണ്ടത് എന്ന്. ഈ ലോകത്തിൽ അധികനാൾ പിടിച്ചു നിൽക്കാൻ, നിത്യമായിട്ട് പിടിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ വിലപിക്കുന്നത് എന്ന് പൗലോസ് തൻ്റെ പിന്നീടുള്ള ലേഖന ഭാഗത്തിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യാശ ദൈവത്തിലാണ്. നമ്മളെല്ലാവരും അതുള്ളവരാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അതിന് കുറവുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ കുറച്ചുകൂടെയൊക്കെ അന്വേഷിക്കാനുള്ള ഒരു കാലഘട്ടം കൂടിയാണിത്. തമ്പുരാൻ്റെ അടുത്ത് നമുക്ക് ഈ ബലിയർപ്പിച്ച് പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ലോകം മുഴുവനെയും സമർപ്പിക്കാം, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം, നമ്മളെ സമർപ്പിക്കാം, നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. രോഗത്തെക്കുറിച്ചുള്ള ആകുലതകളും ആശങ്കകളും ആശുപത്രിയിൽ കഴിയുന്നവരെല്ലാവരെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പരമപിതാവിന് പ്രീതികരമായി ബലിയർപ്പിക്കാനായി നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുതപിച്ച് ദൈവത്തിൻ്റെ മാപ്പും കരുണയും യാചിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. Please,
சொல்லுங்கள் சாந்தியுமே. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയോടുള്ള ഭക്തിയിൽ എപ്പോഴും ആനന്ദിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തെന്നാൽ നിലനിൽക്കുന്നത് സമ്പൂർണവുമായ ആനന്ദം സകല നന്മകളുടെയും ഉടയവനെ നിരന്തരം ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നതിലാണല്ലോ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് തേജസ്സുറ്റതാണ് ജ്ഞാനം, അത് മങ്ങിപ്പോവുകയില്ല. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവർ നിഷ്പ്രയാസം അവളെ തിരിച്ചറിയുന്നു.
അവളെ തേടുന്നവർ കണ്ടെത്തുന്നു. തന്നെ അഭിലഷിക്കുന്നവർക്ക് വെളിപ്പെടാൻ അവൾ തിടുക്കം കൂട്ടുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും. അവൾ വാതിൽക്കൽ കാത്തു നിൽപ്പുണ്ട്. അവളിൽ ചിന്തയുറപ്പിക്കുന്നതാണ് വിവേകത്തിൻ്റെ പൂർണ്ണത. അവളുടെ കാര്യത്തിൽ ജാഗരൂകതയുള്ളവൻ ദുഃഖവിമുക്തനാകും. യോഗ്യതയുള്ളവരെ ജ്ഞാനം അന്വേഷിച്ചു ചെല്ലുന്നു. അവരുടെ ചിന്തകളിലും പാതകളിലും അവൾ കനിവോടെ പ്രത്യക്ഷപ്പെടുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. എല്ലാവരും. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ദൈവമേ, അവിടുന്നാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങയെ തേടുന്നു. എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്. എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തിയടയുന്നു. എൻ്റെ അധരങ്ങൾ അങ്ങേക്ക് ആനന്ദഗാനം ആലപിക്കും. അവിടുന്ന് എൻ്റെ സഹായമാണ്. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയിർപ്പിക്കും. കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ജീവനോടെ ഇരിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കുകയില്ലെന്ന് കർത്താവിൻ്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു. എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതൻ്റെ ശബ്ദം ഉയരുകയും ദൈവത്തിൻ്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യപ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവിൻ്റെ വചനം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ജാഗരൂകരായിരിക്കുവിൻ, അതുപോലെ തയ്യാറായിരിക്കുകയും ചെയ്യുവിൻ. എന്തെന്നാൽ മനുഷ്യപുത്രൻ എപ്പോഴാണ് വരികയെന്ന് നിങ്ങൾക്ക് നിശ്ചയമില്ല.
കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് ഒരു അന്യാപദേശം അരുളി ചെയ്തു. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകമതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവിൻ എന്ന ആർപ്പവിളി ഉണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു. വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. വിവേകവതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവിൻ. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്ന് ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹ വിരുന്നിന് അകത്ത് പ്രവേശിച്ചു. വാതിൽ അടക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റ് കന്യകമാർ വന്ന് കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്നപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവിനെ സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറകളെ നീക്കം ചെയ്യട്ടെ. സ്നേഹവാത്സല്യമുള്ളവരെ, ജീവിതത്തിൽ നമുക്ക് തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും എനിക്ക് നഷ്ടമായെന്ന്? എവിടെയോ എന്തൊക്കെയോ ജീവിതത്തിൽ കളഞ്ഞു പോയിട്ടുണ്ടെന്ന്. സൗഹൃദമോ ബന്ധമോ സ്നേഹമോ അല്ലെങ്കിൽ ധനമോ ഭാഗ്യമോ ആത്മീയതയോ ദൈവത്തെയോ മാതാപിതാക്കളെയോ ജീവിത പങ്കാളിയെയോ ദൈവവചനത്തെയോ എന്തെങ്കിലും. സുവിശേഷം നമ്മളോട് ഇന്നത്തെ വായനകൾ ആവശ്യപ്പെടുന്നത് അങ്ങനെയുള്ളൊരു നഷ്ടത്തെക്കുറിച്ച്, നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നിഗൂഢതകളിൽ എവിടെയാണോ, അല്ലെങ്കിൽ പറയുടെ അടിയിലോ കട്ടിലിൻ്റെ അടിയിലോ എവിടെയാണ് കൊണ്ട് വെച്ചിരിക്കുന്നത്, ഒന്ന് അന്വേഷിച്ച് കണ്ടെത്താനാണ്. എന്താണ് അന്വേഷിക്കേണ്ടതെന്നാണ് പറയുന്നത്. വസ്തുക്കളും വ്യക്തികളുമല്ല നമ്മൾ അന്വേഷിക്കേണ്ട. ഇന്നത്തെ വചനം സുവിശേഷം വളരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. തമ്പുരാൻ നമുക്ക് ഓരോരുത്തർക്കും തെളിച്ച് നൽകിയ ഒരു വിളക്ക്, അതാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നതെന്ന്. നഷ്ടമായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കരിന്തിരി കത്തുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ആളിക്കത്തിക്കാൻ കുറച്ച് എണ്ണ കരുതിയിട്ടുണ്ടോ എന്നും കൂടിയാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷം നമ്മളെ വെല്ലുവിളിക്കുന്നത്, ധ്യാനിക്കാനായിട്ട് ക്ഷണിക്കുന്നത്. എൻ്റെ വിളക്ക് എന്താണ്? എൻ്റെ വിളക്ക് നമുക്കെല്ലാവർക്കും മാമോദീസായിലൂടെ വിശ്വാസത്തിൻ്റെ വലിയൊരു വിളക്ക് നമുക്ക് തെളിച്ച് നൽകിയിട്ടുണ്ട്. നമുക്ക് സഫീഷ്യൻ്റ് ആണോ അത്? നമുക്കത് മതിയോ? ആ വിളക്ക് നമ്മളെ യാത്രയ്ക്ക് സഹായിക്കുന്നുണ്ടോ? ദുരന്തങ്ങളുടെ മുൻപിൽ പോലും നമുക്ക് യാത്രയ്ക്ക് സഹായിക്കുന്നുണ്ട്. ലൂമൻ ജെൻസിയുമല്ല, ഫ്രാൻസിസ് പാപ്പ, ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ എഴുതിയ ലൂമൻ ഫിദൈ, വിശ്വാസത്തിൻ്റെ വെളിച്ചം എന്ന ചാക്രിക ഇനത്തിൽ പറയുന്നുണ്ട്. വിശ്വാസമെന്ന് പറയുന്നത് നമുക്ക് മുന്നോട്ടുള്ള ഒരു അടി വെക്കാനായിട്ട് കിട്ടുന്ന പ്രകാശമാണ്. നമുക്ക് ഇവിടുന്ന് 4 വരെയും പാതിരാത്രി പോകണമെങ്കിൽ ഇവിടുന്ന് അവിടം വരെയും ലൈറ്റ് തെളിയിച്ചിടേണ്ട ആവശ്യമില്ല. നമുക്കൊരു ടോർച്ച് മതി. വിശ്വാസം അങ്ങനെയാ. നമ്മുടെ ജീവിതത്തിൽ ഇന്നൊരു പ്രതിസന്ധി ഉണ്ടോ, അതിനെ കവച്ചു വയ്ക്കാൻ നിനക്ക് തന്ന വിശ്വാസത്തിൻ്റെ വെളിച്ചം മതിയായോ, പോരെ എന്നുള്ളൊരു ചോദ്യമാണ് ഈശോ ചോദിക്കുന്നത്. അല്ലാണ്ട്
വരാനിരിക്കുന്ന നാളെക്കുറിച്ചും മറ്റന്നാളത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും കല്യാണത്തെക്കുറിച്ചും കുട്ടികളുണ്ടാകുന്നതിനെക്കുറിച്ചും അതുണ്ടായാൽ അത് അടുത്ത വീട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കുന്നതിനെക്കുറിച്ച് ആശങ്കപ്പെട്ട് ആകുലതപ്പെട്ട് നമ്മുടെ ജീവിതത്തെ, അതല്ല വിശ്വാസം എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങളുടെ അനുദിന ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ വിളക്ക് എന്ന് ഇന്നത്തെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു വീട്ടിൽ പോയി 1-2 മണിക്കൂറോളം അവരോട് കുടുംബനാഥൻ ക്യാൻസർ വന്ന് 4-5 വർഷമായിട്ട് സഹനത്തിൻ്റെ തീച്ചുള്ളിൽ പോവുകയും ഇപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു വിട്ട് വീട്ടിൽ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. പെയിൻ കില്ലർ, രോഗം ഉള്ളിൽ എല്ലാം ഇങ്ങനെ ആന്തരിക അവയവങ്ങളൊക്കെ ഇൻഫെക്ഷനായി ഏത് സമയം മരണം കാത്തുകിടക്കുന്ന ഒരു സഹോദരൻ. ജാനുവരിയിലായിരുന്നു മോളുടെ കല്യാണം. പക്ഷെ അത് കഴിഞ്ഞ മാസം ഈ ദേവാലയത്തിൽ നടത്തി. കാരണം ഡോക്ടർ പറഞ്ഞു അധികം നാളില്ല, നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അങ്ങനെ വീട്ടുകാരെല്ലാം കൂടെ കല്യാണമൊക്കെ അറേഞ്ച് ചെയ്തു. അപ്പോൾ ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ ആ മനുഷ്യന് കിടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്ത് ചെയ്യും? ഓരോ നിമിഷം മാറിക്കൊണ്ടിരിക്കും. വേദന കൊണ്ട് അത്രമാത്രം കടുത്ത പെയിൻ. ഉറക്കഗുളിക കഴിക്കുന്നതിനൊരു പരിധിയുണ്ട്, അതിൻ്റേതായ അനന്തരഫലങ്ങൾ വേറെ. പക്ഷേ എന്നെ സ്പർശിച്ചൊരു കാര്യം, ഈ മനുഷ്യൻ കണ്ണ് നിറഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, എനിക്ക് വേദന ഉള്ളതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല. ഞാനിത് പറയുമ്പോഴെൻ്റെ കണ്ണ് നിറയുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് വേദന കൊണ്ട് കണ്ണുനീര് പറയുന്നത്, സങ്കടം കൊണ്ടല്ല, വേദന കൊണ്ട് ഞാൻ കണ്ണ് നിറയുന്നുണ്ട്. പക്ഷേ ഞാനത് അർഹിക്കുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ വേദന ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. അത് മാത്രമല്ല, ദൈവം അച്ഛൻ പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് ഈ വേദന ഏറ്റെടുക്കാനുള്ള ശക്തി തരാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഈ ഒരു വേദന ഒന്നുമല്ല അച്ഛാ, ഈ ഒരു വേദന ഒന്നുമല്ല. ഞാൻ ക്യാൻസർ വാർഡിൽ ഒത്തിരി രോഗികളെ കണ്ടു. എനിക്കിപ്പോൾ അച്ഛൻ്റെ മുമ്പിൽ വെച്ച് എന്നെ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ മോള് പോയി 2 മിനിറ്റ് കൊണ്ട് വെള്ളം കൊണ്ടുവന്ന് ചൂടാക്കി എൻ്റെ പുറം തിരുമെന്ന് അച്ഛൻ കണ്ട് 2 മിനിറ്റ് കൊണ്ട്. അങ്ങനെ പോലും ചെയ്യാൻ ആരുമില്ലാതെ എത്ര പേരാ. എൻ്റെ മോളുടെ കല്യാണം അച്ഛൻ്റെ ആശ്രമ ദേവാലയത്തിൽ വെച്ച് നടത്തിയല്ലോ. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ എത്രയോ പേരാ കല്യാണം നടത്തി. എത്രയോ പേര്, ഞാൻ പ്രതീക്ഷിക്കാത്ത എത്രയോ പേരാ കല്യാണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഞാൻ ഉണ്ടാകുന്നതിനേക്കാളും എത്രയോ പടി മടങ്ങ് മെച്ചപ്പെട്ട രീതിയിൽ അത് ആഘോഷിച്ചു. ഒന്നുമില്ലായിരുന്നു എൻ്റെ കയ്യിൽ, കാരണം ആശുപത്രിയിൽ മുഴുവൻ കൊടുത്തു. പക്ഷേ ദൈവം ഓരോരുത്തരെ കൊണ്ടുവന്ന് അച്ഛൻ കണ്ടില്ലേ. അതുകൊണ്ട് ഞാൻ എന്തിനാ കരയുന്നേ? ഞാൻ തയ്യാറാണ്, എന്തിനും തയ്യാറാണ്. ഭാര്യയോട് ചോദിച്ചപ്പോൾ ഭാര്യയും പറഞ്ഞു, എനിക്ക് സങ്കടമൊന്നുമില്ല ഉള്ളിൽ, എനിക്ക് ദുഃഖമൊന്നുമില്ല അച്ഛാ. എനിക്ക് പണ്ടുണ്ടായിരുന്നു, ഇയാൾ ഗൾഫിലായിരുന്ന സമയത്ത് ഞാൻ ഒത്തിരി എൻ്റെ ഉള്ളിൽ ഞാൻ എല്ലാ ദിവസവും രാത്രി കരയുമ്പോൾ. പക്ഷെ ഇന്ന് ഞാൻ കരയുന്നില്ല. ദൈവത്തിൻ്റെ പരിപാലനയുടെ കരമോർത്തിട്ടാണ് ഞാൻ കരയാത്തത്. രോഗം എനിക്ക് ഉറക്കം നിൽക്കണം. ഞാൻ ആശുപത്രിയിൽ ആഴ്ച ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കൊണ്ടുപോകണം ബ്ലഡ് കയറ്റാനായിട്ട്. പക്ഷെ അതൊന്നും എനിക്കൊരു വിഷയമൊന്നുമല്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു സന്തോഷമെന്നല്ല, ഒരു നിറവാണച്ച എന്ന വാക്കാണ് അവർ പറഞ്ഞു, ഒരു നിറവാണച്ച. അതുകൊണ്ട് എൻ്റെ കണ്ണധികം നിറയാറില്ല എന്ന്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ മനുഷ്യൻ തിരുഹൃദയത്തിൻ്റെ നടയിലൊരു തിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഭാര്യ പറയുകയാണ്, കുറച്ച് നാളുകളായി ഒരിക്കലും ഈ തിരി അണഞ്ഞിട്ടില്ല. മെഴുകുതിരി കത്തിച്ചു വെച്ചിരിക്കുക, ഇലക്ട്രിക്കൽ ലൈറ്റല്ല, മെഴുകുതിരി. എല്ലാ ദിവസവും 2-3 മണിക്കൂർ രാത്രി 2 മണിക്ക് എഴുന്നേക്കും, 4 മണിക്ക് എഴുന്നേക്കും, വെളുപ്പിനെ എഴുന്നേൽക്കും. എന്നിട്ട് ഇത് കത്തിച്ച് ഒരിക്കൽ എൻ്റെ ജീവിതം ഇനി ഇതാണ്, ദൈവ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ കെടാതെ ഒരു തിരി ഞാൻ കത്തിച്ചു വയ്ക്കും, ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ നിയോഗമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും പോയി ആ തിരിയെ ഒന്ന് സ്പർശിച്ച് വീണ്ടും തിരികെ വന്നു, മകളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് സഹായം തേടിക്കൊണ്ട്. അപ്പോൾ ഇത് തന്നെയല്ലേ പ്രകാശം എന്ന് പറയുന്നത്? നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ പ്രകാശം എന്ന് പറയുന്നത് നമ്മുടെ ദുരന്തങ്ങളേക്ക് മാറ്റി മറികടന്ന് പോകലൊന്നുമല്ല. നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രതിസന്ധികളെ നമ്മൾ ഹൃദയപൂർവ്വം ഏറ്റെടുത്തുകൊണ്ട് അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് അതിനേക്കാളും വളർന്ന് വലുതായി നമ്മുടെ സ്നേഹം കൊണ്ടും നമ്മുടെ ആത്മീയത കൊണ്ടും നമ്മുടെ കൃപ കൊണ്ടും അതിനെ കീഴടക്കി മുന്നോട്ട് ഓരോ പടിയും യാത്ര ചെയ്യുന്നതിനെയാണ് വിശുദ്ധി എന്ന് പറയുന്നതും ആത്മീയത എന്ന് പറയുന്നതും എന്നാണ് ഇന്നത്തെ വചനം നമ്മളെ. അപ്പോൾ നമുക്ക് വിവേകമുള്ളവരാണ് നമ്മളെല്ലാവരും. നമ്മളാരും വിവേകശൂന്യകളൊന്നും അല്ല. എല്ലാവർക്കും നൽകപ്പെട്ടിട്ടുണ്ട്. ഒരു തിരിയും നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ എണ്ണയും നൽകിയിട്ടുണ്ട്, നമുക്ക് പ്രകാശവും നൽകിയിട്ടുണ്ട്. ഏതാണ് നമുക്ക് ക്ഷീണിച്ചു പോയത്? ഏതാണ് നമുക്ക് വറ്റിപ്പോയത്?
തിരികെട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് എണ്ണക്കെട്ട് കുറവാണ്. എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ഓരോ നിമിഷവും നമ്മൾ വിശുദ്ധിയോടെ നമുക്ക് ജീവിക്കാൻ തമ്പുരാൻ തരുന്ന അവസരങ്ങളെ വിനിയോഗിക്കുക. സ്നേഹിക്കണമെന്ന് എൻ്റെ മുൻപിൽ എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ സ്നേഹിക്കുക. പറ്റാവുന്ന രീതിയിൽ എൻ്റെ കഴിവിൻ്റെ പരിമിതിക്ക് അപ്പുറത്ത് പോയി നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളൊന്ന് ചെയ്യാനുള്ള ഒരു നല്ല മനസ്സ്. ഇങ്ങനെയുള്ള കൃപകളാണ് നമ്മളെ ഈ ലോകത്തിൽ മാത്രമല്ല പരലോകത്തിൽ നമ്മളെ, ഇന്ന് പൗലോസ് തെസ്സലോനിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ, നമുക്ക് പ്രത്യാശയോടെ കയറാൻ നമ്മളെ തയ്യാറാക്കുന്നത് ഈ എണ്ണ നമ്മൾ വറ്റാതെ സൂക്ഷിക്കുമ്പോഴാണ്. നമ്മൾ ദൈവം നൽകിയ നന്മകളെ, അത് കിട്ടിയ നന്മകളെ പങ്കുവെച്ചു കൊടുത്തുകൊണ്ട്, ആ പങ്കുവെക്കലിൽ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ മുന്നോട്ടുള്ള ഒരു ജീവിത യാത്രയിലാണ് യഥാർത്ഥത്തിൽ പൗലോസ് പറയുന്നത് പ്രത്യാശയുടെ യാത്ര. അപ്പോൾ നമുക്ക് കിട്ടിയ വിളക്കിന് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഒരു കുരിശ് നമ്മുടെ മുമ്പിൽ, ആ കുരിശിനെ പ്രതി എൻ്റെ ജീവിതം തകർന്നു പോയല്ലോ എന്നതല്ല, മറിച്ച് ആ കുരിശിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് എൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കുമ്പോൾ അത് ദൈവം വിട്ടവരാ. ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു തരുമ്പോൾ അതിനെ പ്രതി നമുക്ക് ആനന്ദിക്കാനും പ്രത്യാശയോടെ ഇരിക്കാനുമുള്ള ഒരു വിളിയാണ് ഇന്നത്തെ വചനം നമുക്ക് നൽകുന്നത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വിശ്വാസം ഏറ്റുപറയാം ഭക്തിയോടെ. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിനെ ജനിച്ചവനുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിലിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരെ സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകദാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മുടെ സമൂഹത്തിനു വേണ്ടിയും ലോകത്തിനു വേണ്ടിയും നാം ഇപ്പോൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥനയിൽ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും മാത്രമല്ല സകല ജനത്തിനു വേണ്ടി കർത്താവായ ക്രിസ്തുവിനോട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭ ഈ കാലഘട്ടത്തിൽ അവിടുത്തെ രക്തത്താൽ പരിപൂർണമായി ശുദ്ധീകൃതയായി പ്രത്യാശയിലും വിശ്വാസത്തിലും ദൈവം നൽകുന്ന പ്രകാശത്തിലും മുന്നേറുവാൻ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൻ്റെ രക്തം വഴി നമുക്ക് നേടിത്തന്ന രക്ഷയുടെ കൃപകൾ അനുദിന ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയുവാനും ആ കൃപകൾ നമ്മൾക്ക് ശക്തിയായിട്ട് മാറാനും അനുദിന ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാനും നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗത്താലും വേദനയാലും, പ്രത്യേകിച്ച് കൊറോണ എന്ന രോഗത്തിൻ്റെ പിടിയിൽ ആശുപത്രിയിലും ICUയിലും ഒക്കെ കഴിയുന്ന വേദനിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ ശക്തിയാൽ അവരുടെ വേദനകളെ, രോഗങ്ങളെ ദൈവം ഏറ്റെടുക്കാനും അതുവഴി അവർക്ക് ശക്തി കിട്ടാനും ഈശോയുടെ കുരിശിനോട് ചേർത്ത് സമർപ്പിച്ചുകൊണ്ട് തമ്പുരാൻ്റെ വഴിയെ ചരിക്കാനും ആഴമായ വിശ്വാസത്തിൽ അവ ഏറ്റെടുക്കാനുമുള്ള കൃപാവരം അവർക്ക് കൊടുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ അനുദിന ജീവിതത്തിലെ സാമ്പത്തികവും കുടുംബപരവുമായ എല്ലാ പ്രതിസന്ധികളെയും ദൈവത്തിന് സമർപ്പിക്കാം. സ്നേഹത്തിൻ്റെ വീഴ്ചകൾ, സാമ്പത്തികമായ അസ്വസ്ഥതകൾ, അത് കൊണ്ടുവരുന്ന മറ്റു വേദനകൾ, ജോലിപരമായിട്ടുള്ള പ്രതിബന്ധങ്ങൾ, മക്കളുടെ പഠനപരമായിട്ടുള്ള വെല്ലുവിളികൾ, ദൈവം നമുക്ക് ശക്തി തരാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കാം. കർത്താവേ, അങ്ങ് ജനത്തിൻ്റെ പ്രാർത്ഥനകളോടുകൂടെ അങ്ങ് ആയിരിക്കണമേ. ആത്മവിശ്വാസത്തോടെ ചോദിക്കാൻ അങ്ങ് തുനിയാത്തതുപോലും അങ്ങേ പുത്രൻ്റെ പീഡാസഹനത്തിൻ്റെ യോഗ്യതകളാൽ ഞങ്ങൾ സംപ്രാപിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. സമർപ്പിച്ചിടാം സമർപ്പിച്ചിടാം യേശുവേ എന്നെ നിങ്ങൾ താരയിൽ. സമർപ്പിച്ചിടാം സമർപ്പിച്ചിടാം യേശുവേ എന്നെ നിങ്ങൾ താരയിൽ. ഈ കാസയിൽ ഒരു വിഴിനീർക്കണമായി എൻ ജീവിതം ലയിച്ചിടട്ടെ. സമർപ്പിച്ചിടാം സമർപ്പിച്ചിടാം യേശുവേ എന്നെ നിങ്ങൾ താരയിൽ. നാഥാനീ തന്നതെല്ലാം ഓർക്കുന്നു നിന്റെ മുൻപിൽ. നാഥാനീ തന്നതെല്ലാം ഓർക്കുന്നു നിന്റെ മുൻപിൽ. നിറഞ്ഞിരുന്ന മനം കൃതജ്ഞതയാ ഞാനിനിമേ തളരില്ല. നിറഞ്ഞിരുന്ന മനം കൃതജ്ഞതയാ ഞാനിനിമേ തളരില്ല. എന്നെന്റെ ഉള്ളം നന്ദിക്കുന്നു. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ മഹിമ പ്രാഭവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ ഭക്തിയാദരത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് നേടിത്തരുകയും നിത്യാനന്ദത്തിൻ്റെ ഫലം ഞങ്ങൾക്ക് കരഗതമാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങിൽ ഞങ്ങൾ ജീവിക്കുകയും ചരിക്കുകയും ആയിരിക്കുകയും ചെയ്യുന്നു. രൂപപ്പെട്ട ഈ ശരീരത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങേ കാരുണ്യത്തിൻ്റെ ഫലങ്ങൾ അനുദിനം അനുഭവിക്കുക മാത്രമല്ല, ഇപ്പോൾ നിത്യതയുടെ അച്ചാരം കരഗതമാക്കുകയും ചെയ്തിരിക്കുന്നു. യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ച ആത്മാവ് വഴി അവിടുത്തെ പ്രഥമ ഫലങ്ങൾ സ്വീകരിച്ച ഞങ്ങൾ അവ ഞങ്ങൾക്ക് നിത്യമായ പെസഹാരഹസ്യമായിരിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. ആകയാൽ ഞങ്ങളും എല്ലാ മാലാഖമാരോടുമൊപ്പം അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവകമായ ആഘോഷത്തോടെ
ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങി മഹിമകളാൽ നിറഞ്ഞു നദിയും പിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ്, ലോകമങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും
മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താര, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോം, നിന്നും താരയുമായിടേണം. അന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടെ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാന കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നു ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ശരീരവും തിരുരക്തവും നമ്മുടെ നിത്യജീവിതത്തിലേക്ക് മാറട്ടെ.
സമൃദ്ധമായുണ്ടാകുവാൻ നീയെന്നും മുറിക്കപ്പെടുന്നു. ജീവൻ സമൃദ്ധമായുണ്ടാകുവാൻ നീയെന്നും മുറിക്കപ്പെടുന്നു. സ്വയമേ ശൂന്യമാകുന്നു. ദിവ്യകാരുണ്യമേ ബലിവേദി ഞങ്ങൾക്കായി മൊഴിയും അപ്പമാണു നീ. മേശയ്ക്കു ചുറ്റും ഒരുമിച്ചു കൂട്ടുന്ന സ്നേഹവിരുന്നാണു നീ. മേശയ്ക്കു ചുറ്റും ഒരുമിച്ചു കൂട്ടുന്ന സ്നേഹവിരുന്നാണു നീ. ഭിന്നതകൾ മറന്നൊന്നു ചേരാ കൂട്ടായ്മയിൽ വളർന്നിടാം. ഐക്യത്തിൽ ഞങ്ങൾ തുടരാൻ തുണയ്ക്കും പങ്കുവയ്പ്പനുഭവം നൽകിയാലും. ഐക്യത്തിൽ ഞങ്ങൾ തുടരാൻ തുണയ്ക്കും പങ്കുവയ്പ്പനുഭവം നൽകിയാലും. ദിവ്യകാരുണ്യമേ ബലിവേദി ഞങ്ങൾക്കായി മൊഴിയും അപ്പമാണു നീ. അനുരഞ്ജനത്തിൻ്റെ വരദാനമേകുന്ന ൂദാശയർപ്പണമല്ലോ. അനുരഞ്ജനത്തിൻ്റെ വരദാനമേകുന്ന ൂദാശയർപ്പണമല്ലോ. ശത്രുതകൾ മറന്നൊന്നു ചേരാൻ രമ്യതയിൽ തഴച്ചിടാൻ. സ്വർഗത്തിൽ ഞങ്ങൾ ആഴാൻ തുണയ്ക്കും ബലിദാന ചൈതന്യമേകിയാലും. സ്വർഗത്തിൽ ഞങ്ങൾ ആഴാൻ തുണയ്ക്കും ബലിദാന ചൈതന്യമേകിയാലും. ദിവ്യകാരുണ്യമേ ബലിവേദി ഞങ്ങൾക്കായി മൊഴിയും അപ്പമാണു നീ. പ്രിയപ്പെട്ടവരെ, ഈ ഞായറാഴ്ച മുതൽ നമ്മളുടെ ഞായറാഴ്ചകളിലെ ദിവ്യബലികളുടെ സമയക്രമം രാവിലെ 5:45, 7:30, 9 മണിക്കും അതേപോലെ വൈകിട്ട് 6:30 7:30 നമുക്ക് പൊതുവെ ആൾക്കാർ കൂടുതൽ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 5:45, 9 മണിക്കും കൂടി ആൾക്കാർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരാനായിട്ട് പരിശ്രമിക്കുക. അതിന് സാധാരണ കുറവാണ്. 5:30 രാവിലത്തെ 5:45 9 മണിക്കെത്തും. അപ്പോൾ 7:30 കൂടുതൽ പേര് വരുന്നത്. നമുക്ക് പരിമിതികളുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ കുർബാനയിലും അഡ്ജസ്റ്റ് ചെയ്ത് സമയം മാറി മാറി വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എളിമയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യരഹസ്യങ്ങളുടെ ദാനങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചുവല്ലോ. അങ്ങനെ അങ്ങേ പുത്രൻ തൻ്റെ ഓർമ്മയ്ക്കായി അനുഷ്ഠിക്കാൻ ഞങ്ങളോട് കൽപ്പിച്ചവ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ വർധനയ്ക്ക് ഉപകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നതമ്മേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നതമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നതമ്മേ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ നിറയും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ നിറയും നന്മ നിറഞ്ഞവളമ്മ. പരദേശയായി അമ്മ ദൈവത്തിന് പാർക്കാം, പുണ്യശരണമായി അമ്മ ഈശോയ്ക്കും വളരാം. പരദേശയായി അമ്മ ദൈവത്തിൽ പാർക്കാം, പുണ്യശരണമായി അമ്മ ഈശോയ്ക്കും വളരാം. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നതമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നതമ്മേ.